നമസ്കാരം. രാഹുൽ ഇന്നും മിണ്ടിയില്ല. വയനാട് സീറ്റിൽ അവ്യക്തത തുടരുന്നു. സിദ്ദിഖ് ഗതി കിട്ടാതെ അലയുന്നു. മുരളി വടകരയിൽ വലയുന്നു. അനാവശ്യമായ ഒരു അനിശ്ചിതത്വത്തിന് കോൺഗ്രസ് വില കൊടുക്കേണ്ടി വരുമോ? കോൺഗ്രസ് മാത്രമല്ല, UDF ഒന്നടങ്കം. നാളെ മുതൽ കളി മാറും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. പത്രികാ സമർപ്പണത്തിന് തുടക്കമാകും. 7 ദിവസം വരെ സമയമുണ്ട്, ഏപ്രിൽ 4 വരെ. തിരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. അത് ആരുടെയെങ്കിലും ഇംഗിതമറിയാനുള്ള കാത്തിരിപ്പല്ല. രാഹുൽ മനസ്സിൻ്റെ ചെപ്പു തുറക്കുന്നത് എപ്പോൾ എന്നറിയാനുള്ള കുടുംബ സദസ്സുമല്ല. ആ ഗൗരവം രാഹുൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ചും കേരളം പോലൊരു സംസ്ഥാനത്തിൽ ഇത്തരം ഒരു സമീപനം എന്തു പ്രത്യാഘാതം സൃഷ്ടിക്കും എന്നതിനെപ്പറ്റി. രാഹുലിൻ്റെ തീരുമാനം എപ്പോൾ വരുമെന്ന് പ്രവർത്തക സമിതിക്കറിയില്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് അറിയില്ല, ഹൈക്കമാൻഡിന് അറിയില്ല. രാഹുലിന് മാത്രം അറിയാം. തിരുവുള്ളക്കേട് തോന്നാതിരിക്കാൻ കോൺഗ്രസുകാർക്ക് എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം. വോട്ടർമാർക്കോ? വയനാട്ടിൽ ആരെന്നറിയാനുള്ള അവകാശം അവർക്കില്ലേ? സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള അധികാരം പാർട്ടിക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആദ്യം ഒരാളെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ അധികാരം പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. അയാൾ പിൻവാങ്ങുന്ന വമ്പൻ പ്രഖ്യാപനമാണ് പിന്നാലെ വന്നത്. വരുമെന്ന് പറഞ്ഞ വമ്പനാകട്ടെ വരവറിയിക്കുന്നുമില്ല. അതിൻ്റെ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ് വയനാട്ടിലെ വോട്ടർ. നീതീകരിക്കാനാകാത്ത ഒരു നിഷേധാത്മക സമീപനം എന്ന നിലയിലേക്ക് വയനാടൻ അനിശ്ചിതത്വം മാറുന്നത് അതുകൊണ്ടാണ്. വയനാടിൻ്റെ കാര്യത്തിൽ വലിച്ചു നീട്ടൽ തുടരുന്നത് വോട്ടർമാരുടെ നേർക്കുള്ള വെല്ലുവിളിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്: വയനാടൻ വരവ് വിരസമാകുന്നോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് വക്താവ് മുൻ MLA-യുമായ ജോസഫ് വാഴക്കൻ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ് എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ. വയനാടൻ വരവ് കോമഡിയാകുന്നോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇന്ന് തീരുമാനമുണ്ടാകും എന്നാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്രത്തിലെ കേരള നേതാക്കൾ പറഞ്ഞിരുന്നത്. കാരണം ഇന്നലെ രാഹുൽ ഗാന്ധി ഇല്ല. മിനിഞ്ഞാന്ന് ഈ പറയുന്ന വമ്പൻ പ്രഖ്യാപനത്തിൻ്റെ ദിവസം മറ്റെന്തെങ്കിലും പറഞ്ഞതിൻ്റെ പ്രസക്തി ലഘൂകരിക്കാനില്ല. ഇന്നിപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനം കാത്തിരുന്നു. അദ്ദേഹം തീരുമാനമെടുത്തിട്ടില്ല. അദ്ദേഹം രാജസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു. ഇനി നാളെ തെരഞ്ഞെടുപ്പ് സമിതി. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഈ തീരുമാനം പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഇനിയിപ്പോൾ അദ്ദേഹം ഉണ്ടാകില്ലായിരിക്കാം. അദ്ദേഹം അപ്പോഴും മനസ്സ് തുറന്നിട്ടുണ്ടാകണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഈ സമിതികളെയൊക്കെ ഒരു അർത്ഥവുമില്ലാത്ത നിങ്ങളുടെയൊക്കെ കൂടിച്ചേരലുകളെയും കൂടിയാലോചനകളെയും നിങ്ങളുടെയൊക്കെ പ്രതീക്ഷകളെയും ഒന്നും ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്ന സന്ദേശം നൽകുന്ന ഒരു അധ്യക്ഷനുമായിട്ടാണോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് യുദ്ധം നയിക്കുന്നത്? അങ്ങനെയുള്ളൊരു വിലയിരുത്തലിനൊരു അർത്ഥമില്ലല്ലോ. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ സീറ്റാണ് ഇന്ത്യയിൽ ആദ്യം ഞങ്ങൾ പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും സീറ്റാണ് കോൺഗ്രസ് പാർട്ടി ഇത്തവണ ആദ്യം പുറത്തുവിട്ട ലിസ്റ്റ്. അത് അമേഠിയിലും റായ്ബറേലിയിലും. 2ാം സീറ്റാണിത്. അത് വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം, ദക്ഷിണേന്ത്യയിൽ വേണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ 2ാം സീറ്റ് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുവായൊരു അഭിപ്രായം ഉയർന്നു വന്നിരിക്കുന്നു. അതിന് കേരളത്തിൽ നിന്ന് നിർദ്ദേശിച്ചൊരു സ്ഥലമുണ്ട്, അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് നിർദ്ദേശിച്ച സ്ഥലമുണ്ട്. ഇത് എന്താണ് എന്നുള്ളൊരു സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസിലായിരിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദിയും ഇപ്പോൾ കർണാടകത്തിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്ന് കേൾക്കുന്നു. അനന്തകുമാറിൻ്റെ സീറ്റൊക്കെ അതിനു വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റ് അത് ഇന്ന് വന്നില്ല നാളെ വന്നില്ല എന്ന് ഓർക്കേണ്ട കാര്യമില്ല. അത് വസ്തുതാപരമായ പിശക് ശരിയാണ് അങ്ങ് പറഞ്ഞത്. ഈ തെക്കൻ കർണാടകത്തിൽ നിന്ന് മോദിയും മത്സരിച്ചേക്കുമെന്ന വാർത്തകളുണ്ടായിരുന്നു. അവിടെ ആ സൗത്ത് ബാംഗ്ലൂർ എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ, പിഴവുണ്ടെങ്കിൽ തിരുത്തണം ശ്രീ രമേശ്. ആ മണ്ഡലം അതിനായി മാറ്റിവെച്ചിരിക്കുന്നുവെന്ന് കേട്ടിരുന്നു. അനന്തകുമാർ ദീർഘകാലമായി വിജയിച്ചു വന്ന മണ്ഡലമാണത്. അദ്ദേഹത്തിൻ്റെ
പത്നിക്കായിരിക്കും അതിൽ സാധ്യതയെന്ന് അവരും കൽപ്പിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ അനുയായികളും കൽപ്പിച്ചിരുന്നു. പക്ഷേ അവിടെ കഴിഞ്ഞ ദിവസം ഒരു യുവമോർച്ചയുടെ യുവ നേതാവ്, ഒരു തീപ്പൊരി പ്രാസംഗികൻ, മോദിയുടെ ഒരു വിശ്വസ്ത അനുയായിയായിട്ടുള്ള തേജസ്വിയെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്ന് മാത്രമല്ല നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് നടപടികളിലേക്ക് കൂടി അത് പുരോഗമിക്കുകയുമാണ്. ഈ അനന്തകുമാറിൻ്റെ സഹധർമ്മിണിയെ കൂടി ചേർത്തുകൊണ്ട് നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ചടങ്ങ് നടത്തണമെന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അത് ഫലവത്തായില്ല എന്ന് മാത്രം. അപ്പോൾ അവരുടെ നടപടികൾ കൃത്യമായ ദിശ ഏത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒറ്റ മണ്ഡലത്തിലേ മത്സരിക്കാൻ സാധ്യതയുള്ളൂ എന്ന അനൗദ്യോഗികമായ ഭാഷ്യം വരുന്നു. ഇനി ഇവിടെയാണെങ്കിൽ നിങ്ങളെ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി NDAയും BDJSനെ പോലെ ഒരു ചെറിയ പാർട്ടിയും അവർക്കിതിൽ ഇത്രയും അക്ഷമ വേണ്ട. ഈ കാര്യത്തിൽ രാഷ്ട്രീയ നിലപാടുകളുമായി മുന്നോട്ട് പോവുക, ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകുക, ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന നടപടിയിലേക്ക് അവരും കടന്നു. ചുരുക്കത്തിൽ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇടതുപക്ഷത്തിന് അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം പൂർത്തിയാക്കാനായി. ഇന്നത്തതോടെ NDAയ്ക്കും കഴിഞ്ഞു. ആകെ നിങ്ങൾക്ക് മാത്രം ഇത് കഴിയാതിരിക്കുന്ന അത്ര ഭാരിച്ച ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും ശ്രീ വാഴയ്ക്കൻ? അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നരേന്ദ്രമോദി നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അവസാന വാക്ക് ഇവിടെ വന്നിട്ടില്ല. ഒരു സീറ്റിലെ നരേന്ദ്രമോദി മത്സരിക്കൂ എന്നുള്ളതിനെക്കുറിച്ചും വന്നിട്ടില്ല ഇതുവരെ. അവരും ആലോചിക്കുകയാണ്. അത് വളരെ സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. കാരണം 2 പ്രൈം മിനിസ്റ്റർ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ അവരവരുടെ സീറ്റുകളെ സംബന്ധിച്ചുള്ള സ്ട്രാറ്റജി അവർ തീരുമാനിക്കുമ്പോൾ ഞങ്ങളും അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളും പരിശോധിക്കും. അതിനുവേണ്ടി ഞങ്ങളൊരു സീറ്റ് ഇവിടെ ഒഴിച്ചു വെച്ചിരിക്കുന്നു. കർണാടകത്തിൽ ഞങ്ങളൊരു സീറ്റ് കണ്ടുവച്ചിട്ടുണ്ട്. BJP അത് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. അവിടെ ഈ പറഞ്ഞതുപോലെ തെക്കൻ സൗത്ത് ബാംഗ്ലൂരിനെ കുറിച്ചാണ് കേട്ടിരുന്നത്. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടാകാം. ഒരു പക്ഷേ അത് എപ്പോൾ വേണമെങ്കിൽ ഏത് സ്ഥാനാർത്ഥിക്കും പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടി മാറിക്കൊടുക്കാനുള്ള സന്തോഷം ഉണ്ടാവും. ഇതൊക്കെ ഇതിനകത്തുള്ളതൊരു കാര്യമാണ്. ഇതിൽ ഈ പറയുന്ന പിന്നെ ആകെപ്പാടെ ഇതിനകത്ത് പറയാൻ കഴിയുന്നത്, ആദ്യത്തെ ദിവസം രാഹുൽ ഗാന്ധി കേരളത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അല്പം അതിര് വിട്ടൊരു ആഹ്ലാദം കാണിച്ചു. അത് ഞങ്ങൾ വേണമെങ്കിൽ സമ്മതിക്കാം. അതിനപ്പുറത്തൊരു മഹാ തെറ്റും അപരാധവും കേന്ദ്ര നേതൃത്വം ചെയ്തിട്ടില്ല. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അതിന് കൃത്യമായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. സ്ട്രാറ്റജിക്കലായിട്ട് തന്നെയാണ് അവർ തീരുമാനം. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. എന്തായാലും അങ്ങ് ഊന്നുന്നത് തന്ത്രത്തിലായിരിക്കുന്നത് കൊണ്ട് ശ്രീ MT രമേശ്, തെക്കേ ഇന്ത്യ നിങ്ങൾ കണ്ണുവെക്കുന്നു പുതുതായി. കാരണം വടക്കേ ഇന്ത്യയിൽ നിങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. അത്രയും വീണ്ടും കിട്ടാനുള്ള സാധ്യതയില്ല. പുതിയ മേഖലകളിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് നിങ്ങൾ ഗൗരവത്തോടെ നോക്കുന്നു. അതേപോലെ ഒരു പ്രാധാന്യം തെക്കേ ഇന്ത്യയിലാക്കിയുള്ള നിങ്ങളുടെ തന്ത്രങ്ങൾക്കുമുണ്ട്. അതിൻ്റെ ഭാഗമായി മോദി തെക്കേ ഇന്ത്യയിലേക്ക് വരുമെന്ന് കേൾക്കുന്നു. ആ സാധ്യതയെ പരിഗണിക്കേണ്ടതുണ്ടല്ലോ കോൺഗ്രസും. ഇപ്പോൾ വാരാണസി പ്രഖ്യാപിച്ചുവെങ്കിൽ അമേഠിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെവിടേക്കെങ്കിലും നിങ്ങൾ നീങ്ങുമെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം ഇവർക്കും നടത്തേണ്ടതുണ്ട്. അപ്പോൾ അത് ഒരു വലിയ ആശയക്കുഴപ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കേണ്ടത് എന്തിനാണ്? ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം, അതിനുശേഷം അങ്ങ് മറുപടിയിലേക്ക് വന്നോളൂ. പ്രിയങ്ക ഗാന്ധി മത്സരിക്കില്ല എന്നത് ഇവരുടെ പ്രഖ്യാപനമായിരുന്നു. ഇപ്പോൾ അറിയുന്ന വിവരം എന്താണ്? പ്രിയങ്ക പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നാണ്. അപ്പോൾ പുതിയ തന്ത്രങ്ങൾ വരികയാണ് അണിയറയിൽ നിന്ന്. അവരോട് പറഞ്ഞിരുന്നത് കിഴക്കൻ UP മാത്രം നോക്കുക, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിൻ്റെ പുനരുജ്ജീവനം അത് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് ഉത്തരവാദിത്തമായി നിർവഹിച്ചിരുന്നത്. ഇതൊക്കെയാണ് പുറത്തു വന്ന വിവരങ്ങൾ. ഇപ്പോൾ കഥ മാറുകയാണ്. അപ്പോൾ അനന്തമായ തന്ത്രങ്ങൾ പല രൂപങ്ങളിൽ വരുന്നു. അതിൽ നിങ്ങൾക്കൊപ്പം കോൺഗ്രസും നിൽക്കുന്നു തന്ത്രങ്ങളുമായി. അങ്ങനെ വിലയിരുത്താൻ കഴിയുമോ? വേണു, ഇതൊരു തന്ത്രമാണെങ്കിൽ തന്ത്രം പരസ്യമാക്കാൻ പാടുണ്ടോ? രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലേക്ക് മത്സരിപ്പിക്കുന്നത് ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്ന വാഴക്കന്റെ വാദത്തോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. അത് സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കാം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും സ്വീകരിക്കാം. പക്ഷേ ആ സ്ട്രാറ്റജി ആരാ പരസ്യമാക്കിയത്? അവർ തന്നെയല്ലേ. അത് പരസ്യമാക്കിയതിനു ശേഷം അവിടെ പാവം ഒരു സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തെ ശൂന്യാകാശത്ത് നിർത്തിയിരിക്കില്ലേ? ഒന്നുകിൽ അദ്ദേഹത്തെ മേലോട്ടേക്ക് എടുക്കണം, അല്ലെങ്കിൽ താഴെ നിർത്തണം. ഒരാളെ ഇവരെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടു നടന്ന് അയാൾ ഇപ്പോൾ ആണോ അല്ലയോ എന്നും ആർക്കും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതെന്തിനാ പരസ്യമാക്കിയത്? അവസാന നിമിഷം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ സിദ്ദിഖ് മാറിക്കൊടുക്കുമായിരുന്നല്ലോ. ഇവ ഈ സിദ്ദിഖിനെ കയ്യാലപ്പുറത്തെ തേക പോലെ അവിടെ നിർത്തിയിട്ട് കഴിഞ്ഞ 4 ദിവസമായി നാളെയാണ് എന്ന് എന്തിനാ കോൺഗ്രസ് നേതാക്കന്മാരിങ്ങനെ പറയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ?
ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, മത്സരിക്കില്ല എന്നും പറഞ്ഞിട്ടില്ല. ഒരു പാർലമെന്റ് മണ്ഡലവും ഞങ്ങൾ അതിനുവേണ്ടി ഒഴിച്ചിട്ടിട്ടില്ല. ഇനി നാളെ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ ഏത് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാം? അത് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാമല്ലോ. എന്തിനു വേണ്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം ഈ വിഡ്ഢിവേഷം കെട്ടി? അത് സ്ട്രാറ്റജിയല്ല, അത് ആശയക്കുഴപ്പമാണ്. ആ ആശയക്കുഴപ്പം എന്നുള്ളത് ആദ്യത്തെ ദിവസം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് വസ്തുതയായിരുന്നു. പക്ഷെ ആ വസ്തുത മാറിയത് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായിട്ടുള്ള CPM-ന്റെ സമ്മർദ്ദമാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി മത്സരിക്കണമോ വേണ്ടയോ തീരുമാനം CPM-ന്റെ കൂടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. അതാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രവർത്തക സഭയുടെ പ്രശ്നമൊന്നുമല്ല. തങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള CPM-ന്റെ ഒരു സമ്മർദ്ദമുണ്ട്. CPM-ന് വേണ്ടി മറ്റു ഘടകകക്ഷികൾ ചന്ദ്രബാബു നായിഡുവിനെ പോലെയുള്ള, സ്റ്റാലിനെ പോലെയുള്ള ഘടകകക്ഷി നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തിന് മുമ്പിലാണ് ഇപ്പൊ തീരുമാനമാകാതെ പോകുന്നത്. ഇതൊക്കെ അണിയറയിൽ പൂർത്തീകരിച്ചതിന് ശേഷം പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നല്ലോ. ആർക്കായിരുന്നു തുടക്കം? അപ്പൊ കോൺഗ്രസ് ഒരു വലിയ വെട്ടിൽ പോയി വീണു. സ്ട്രാറ്റജിയാണ് എന്നൊക്കെ പറഞ്ഞ്, തന്ത്രമാണെന്നൊക്കെ പറഞ്ഞ് പൊക്കിക്കൊണ്ടുവന്ന കാര്യം ചീറ്റിപ്പോയി. അതിന് മറ്റാരുമല്ല ഉത്തരവാദിത്വം, കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. ഒരു തന്ത്രം മര്യാദക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കാത്ത കോൺഗ്രസ് നേതൃത്വത്തെ ഓർത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരാണ് പരിതപിക്കുന്നത്. ഇനിയും ഇത് തന്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടാൽ കൂടുതൽ കോൺഗ്രസ് പരിഹാസ്യമാവുകയേ ഉള്ളൂ. ശരി, ശ്രീ PM മനോജ്, ഇത് തന്ത്രമാണ്, അത് മോദിയെ നേരിടാനുള്ള തന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ മോദിയുടെ തലയിൽ വയ്ക്കുകയാണ്. ഇവരാകെ ചെയ്തിരിക്കുന്ന കുറ്റം ഒരു അത്യുത്സാഹം കാണിച്ചു പോയി. ആ കാര്യത്തിൽ മാത്രം ഒരു പ്രായശ്ചിത്തം എന്ന പ്രതികരണം ഇവിടെ ശ്രീ വാഴയ്ക്കൻ നടത്തുകയും ചെയ്തു. അപ്പോൾ തന്ത്രപരമായി ഇവരുടെ നീക്കത്തെയാണോ നിങ്ങളും തെറ്റായ സന്ദേശം നൽകും എന്ന് പറഞ്ഞ് ഒരു വ്യഗ്രതയോടെ പ്രതികരിച്ച് ഇതൊരു ആശയക്കുഴപ്പത്തിൻ്റെ തലത്തിലേക്ക് മാറ്റുന്നതിൽ പങ്കാളിയായത്? അങ്ങനെയെങ്കിൽ അതും ഒരു നല്ല സന്ദേശമല്ല നൽകുന്നത് ശ്രീ മനോജ്? ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം വരാനിരിക്കുന്നത് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ കോൺഗ്രസും കോൺഗ്രസിലെ ചില ആളുകൾ കരുതുന്നത് ഇതെന്തോ ഒരു അന്തർ സംസ്ഥാന പ്രച്ഛന്നവേഷ മത്സരമാണെന്നാണ്. ഈ KSUക്കാർ തെരഞ്ഞെടുപ്പ്, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന പോലുള്ള ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന അപക്വമായ മനസ്സിൻ്റെ ഭാഗം കൂടിയാണ്, പ്രകടനം കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. രാഷ്ട്രീയമാണല്ലോ. ആ രാഷ്ട്രീയം കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം, ഇന്ത്യയിൽ കഴിഞ്ഞ 5 വർഷം ഭരിച്ച BJP, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് നേട്ടങ്ങളോ കോട്ടങ്ങളോ, അതിനെതിരായിട്ട് പറയാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം ഇപ്പോഴെന്താ പറയുന്നത്, BJP നേരിടാനാണ് ദക്ഷിണേന്ത്യയിൽ വരുന്നത്. BJP നേരിടാൻ ദക്ഷിണേന്ത്യയിൽ വരുമ്പോൾ വയനാട്ടിലാണ് വരേണ്ടത്. വയനാട്ടിൽ എവിടെ BJP ഉള്ളത്? അപ്പോൾ കേരളത്തിലെ BJP എങ്ങനെയാണ് രണ്ടാമത്തെ ശക്തിയാവുന്നത്? അല്ലല്ലോ. കേരളത്തിൽ BJP വളരെ വിദൂരമായ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന കക്ഷിയല്ലേ. അപ്പോൾ അതൊരു ഭാഗത്ത് പറയുന്നു. മറ്റേ ഭാഗത്തോ ഞങ്ങളും തന്ത്രത്തിൻ്റെ ഭാഗമായി നരേന്ദ്രമോദിയെ ദക്ഷിണേന്ത്യയിൽ മത്സരിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയം പറഞ്ഞാൽ വോട്ട് കിട്ടില്ല, വസ്തുത പറഞ്ഞാൽ വോട്ട് കിട്ടില്ല. ഇവർക്ക് ഇതുപോലുള്ള ഗിമ്മിക്കുകൾ തെരഞ്ഞെടുപ്പിൽ കാണിക്കണം. അതാണ് എതിർക്കപ്പെടേണ്ട ഒരു വസ്തുത എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, അത് വളരെ കൃത്യമാണ്. ഇന്ത്യ രാജ്യത്ത് BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടി വളരെ ശക്തമായി നിൽക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതുതന്നെയാണ് ഇന്നിപ്പോൾ പറഞ്ഞത്, നാടക ദിനാശംസകളാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി. അങ്ങനെ BJPയെ കടുത്ത രീതിയിൽ എതിർക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് BJP എതിർക്കുകയാണെങ്കിൽ BJP നേരിട്ട് എതിർത്ത് തോൽപ്പിച്ച് കാണിച്ചു കൊടുക്കല്ലേ വേണ്ടത്. അതിനിവിടെ വയനാട്ടിൽ ചുരം കയറിയിട്ട് പിന്നെ ഇവരല്ലേ പറയുന്നത് ഇത് വളരെ സുശക്തമായ മണ്ഡലമാണെന്നൊക്കെ. അങ്ങനെ സുശക്തമായ മണ്ഡലത്തിൽ സുരക്ഷിതമായ സീറ്റ് നേടാൻ പോവുകയാണോ വേണ്ടത്? യഥാർത്ഥത്തിൽ വയനാട് സുരക്ഷിതമൊന്നുമല്ല. അതിപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ എൻ്റെ അഭിപ്രായം രാഹുൽ ഗാന്ധി വരുന്നത് നല്ലതാണെന്നാണ്. കാരണം ഇവരുടെ കച്ചവടം പകുതി കുറയും. വയനാട്ടിൽ കൃത്യമായ വോട്ടുകൾ BJP വോട്ടുകൾ BJPയുടെ പെട്ടിയിലും കോൺഗ്രസിൻ്റെ വോട്ടിലും പെട്ടിയിലും വീണാൽ മിക്കവാറും ഈ പറയുന്ന സുരക്ഷിതത്വത്തിൽ അങ്ങ് പോകും. അത് വേറൊരു കാര്യമാണ്. ഇവിടെ കോൺഗ്രസ് കാണിച്ച പക്വതയില്ലായ്മ, ആ പക്വതയില്ലായ്മ എന്ന് പറയുമ്പോൾ കേരളം ഇപ്പോൾ വയനാടും വടകരയും സീറ്റ് ആരാ സ്ഥാനാർത്ഥി എന്നറിയില്ല. സിദ്ദിഖ് എല്ലാ സ്ഥലത്തും പോയിട്ട് വളരെ വിചിത്രമാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഈ മണ്ഡലവുമായി വൈകാരികമായ ബന്ധമുണ്ട്. എന്താ വൈകാരിക ബന്ധം? തിരുനെല്ലിയിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കേരളത്തിലും ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് എല്ലാ പുഴയിലും നിമജ്ജനം ചെയ്ത ചിതാഭസ്മമാണത്. അത് സംബന്ധിച്ച് വിവാദമൊക്കെ വന്നിരുന്നു. എന്നിട്ട് ഇത്തരം വ്യാജമായ പ്രചരണങ്ങൾ നടത്തുക. എന്നിട്ട് സിദ്ദിഖ് അവിടെ എല്ലാ കൺവെൻഷനും പോവുകയാണ്. ഇന്ന് തന്നെ ഒരു വാർത്ത വന്നു, സിദ്ദിഖ് പറഞ്ഞു രാഹുൽ ഗാന്ധി വരില്ല, ഞാൻ അടുത്ത ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അപ്പോൾ ഇവർക്ക് തന്നെ ഒരു തിട്ടവുമില്ല.
അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മത്സരത്തിൻ്റെയും കാര്യം ഒരു സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഖിലേന്ത്യാ ചുമതല ഉണ്ടാവും, ഒരു AICC ജനറൽ സെക്രട്ടറി പ്രഖ്യാപിക്കുന്നത് നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഇവിടെ ഉമ്മൻചാണ്ടിയാണ് പ്രഖ്യാപിച്ചത്. ഈ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചല്ലോ. ആ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ഇതുവരെ ഉറപ്പുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇത് രണ്ട് തരത്തിലാവാം. ഒന്ന്, ഇവർക്കുള്ള കൺഫ്യൂഷനാണ്. അതിൽ ഇടതുപക്ഷത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇടതുപക്ഷത്തിന് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി രാഷ്ട്രീയമായിട്ടാണ് നേരിടുക. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച ഒരു സംശയം കൃത്യമാണ്, നിങ്ങൾ ആർക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്? എന്താണ് നിങ്ങൾ നൽകുന്ന സന്ദേശം? ശരി, ശ്രീ PM മനോജ്, അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വ്യക്തമാക്കിയതുകൊണ്ട് അതിന്റെ ആവർത്തനത്തിലേക്ക് പോകേണ്ട. സാർ, ഇവിടെ രണ്ട് ചോദ്യങ്ങൾ. ഇവർക്ക് ഈ പറയുന്ന ആശയക്കുഴപ്പം, അല്ലെങ്കിൽ ഇവരെടുക്കുന്ന കാലതാമസം, അല്ലെങ്കിൽ മുഖ്യശത്രു ഏത് എന്ന കാര്യത്തിലുള്ള ഈ വ്യക്തതയില്ലായ്മ, ഇത് വയനാടിനെ കേന്ദ്രീകരിച്ച് മാത്രമല്ല നിൽക്കുന്നത്, ഡൽഹിയിൽ തന്നെയുണ്ട്. ഇവരുടെയൊക്കെ പ്രധാന പ്രവർത്തന കേന്ദ്രമായ ഡൽഹിയിൽ 7 മണ്ഡലങ്ങളിലേക്ക് ലോക്സഭാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടതുണ്ട് കോൺഗ്രസിന്. അങ്ങനെയല്ലാതെ ആപ്പുമായി ധാരണ വേണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇന്നും അവിടുത്തെ ഡൽഹിയിലെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പറയുന്നത് ആ കാര്യം രാഹുൽ ഗാന്ധി തീരുമാനിക്കുമെന്നാണ്. ആപ്പുമായി സഖ്യം വേണോ വേണ്ടയോ, സ്വതന്ത്രനെ 7ാമത്തെ സീറ്റിൽ നിർത്തിക്കൊണ്ട് 3 സീറ്റുകൾ പങ്കിട്ടെടുക്കണോ വേണ്ടയോ, ഇനി അതല്ല ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കണോ, വ്യക്തതയില്ല സാർ. ഇത് രാഹുൽ ഗാന്ധി പറയേണ്ടതാണ് എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് രാജസ്ഥാനിലേക്കും പോയി. അപ്പോൾ ഇന്ന് ആ കാര്യത്തിലും തീരുമാനമില്ല. അപ്പോൾ ഇത് വയനാട്ടിലേക്ക് മാത്രമായി ചുരുക്കേണ്ട ഒന്നല്ല. അവിടെ ആപ്പാണല്ലോ. ആപ്പും കോൺഗ്രസുമായി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ BJPയെ തറപറ്റിക്കാൻ കഴിയുമെന്ന സർവേ റിപ്പോർട്ട് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഈ വയനാടിൻ്റെ കാര്യത്തിലും സർവേയുടെ ബലത്തിലാണല്ലോ ഇവരുടെ ആലോചനകൾ രാഹുൽ ഗാന്ധിയിലേക്ക് എത്തി നിൽക്കുന്നതും. അപ്പോൾ അവിടെയും ഇത് വീഴ്ച വരികയാണ്. അവിടെയും നിങ്ങൾ ഈ പറയുന്ന മുഖ്യശത്രു ആര്? ആപ്പല്ലല്ലോ മുഖ്യശത്രു. ആ കാര്യത്തിലും തീരുമാനത്തിലെത്താൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇതൊരു വയനാടൻ അവ്യക്തത മാത്രമായി ചുരുക്കി കാണാൻ കഴിയുമോ ശ്രീ മനോജ്? ഇല്ല, തീർച്ചയായും കോൺഗ്രസിൻ്റെ പൊതുവായ അവ്യക്തത തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് അവർ തന്നെ പറയുന്നത്, സാധാരണ പറയാറുണ്ട്, ഞാൻ വിമൽകുമാറാണ് എന്ന് വിളിക്കും എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണെന്നാണ്. ഈ ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറയാനുള്ള ഒരു ഫീച്ചറാണോ നമ്മളിപ്പോൾ കേട്ടത്, ഇപ്പോൾ ചർച്ച ചെയ്തത്? എല്ലാ കാര്യത്തിലും രാഹുൽ ഗാന്ധി തീരുമാനം എടുക്കുന്നതാണ് പറയുന്നത്. അത് ജനാധിപത്യമാണോ? അതായത് സംസ്ഥാന ഗവൺമെൻറ് അധികാരമില്ല, സംസ്ഥാന ഘടകത്തിന് അധികാരമില്ല, AICCക്ക് അതിനുള്ള അർഹതയില്ല, അല്ലെങ്കിൽ അതിനുള്ള അവകാശമില്ല. എല്ലാ തീരുമാനവും അവസാനം സസ്പെൻസായിട്ട് AICC പ്രസിഡന്റ് എടുക്കുമെന്ന് പറയുമ്പോൾ അതൊരു ജനാധിപത്യ പാർട്ടിയുടെ ലക്ഷണമല്ലല്ലോ. യഥാർത്ഥത്തിൽ കോൺഗ്രസ് അതിൻ്റെ അടിസ്ഥാനപരമായ ദൗർബല്യങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായി പബ്ലിക് റിലേഷൻസ് മാനേജർമാർ പറയുന്നത് പോലെ പ്രസംഗിക്കാനും ചിരിക്കാനും പറയാനും പായാനും ഓടാനും ഒക്കെ എല്ലാവർക്കും കഴിയും. അത് സാധാരണഗതിയിൽ പുതിയ കാലത്ത് പബ്ലിക് റിലേഷൻസ് മാനേജർമാരാണ് പല പാർട്ടികളെ നിയന്ത്രിക്കുന്നത്. അത് ചിലപ്പോൾ മോഡിയെ നിയന്ത്രിക്കുന്നുണ്ടാവും, രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഈ ഒരു വളരെ കടുത്തൊരു പോരാട്ടം നടക്കുന്നു. ആ പോരാട്ടത്തെ പോരാട്ടമായി കാണുന്നില്ല എന്നതിന് UP ഒരു ഉദാഹരണമാണ്. UPയിൽ BSP ഉണ്ട്, SP ഉണ്ട്. അവരാണ് വളരെ പ്രധാനപ്പെട്ട ശക്തികൾ. 2 സീറ്റേ ഉള്ളൂ അവിടെ, റായ്ബറേലിയും അമേത്തിയും. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ മറ്റാളുകൾക്കാണ്. കഴിഞ്ഞ തവണ BJP കേന്ദ്രഭരണം പിടിച്ചത് UP എന്ന ഒറ്റ സംസ്ഥാനം കൊണ്ടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് UPയിൽ BJPക്കെതിരായ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം കൃത്യമായി മെനയാനും അതിനനുസരിച്ച് വിട്ടുവീഴ്ച ചെയ്തും അതുപോലെ മറ്റാളുകൾ ജനാധിപത്യപരമായ സഹിഷ്ണുതയോടെ ഇടപെടാനും കോൺഗ്രസിന് കഴിയുന്നില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ ഒന്നാമതായി ശ്രീ രമേശ് പറഞ്ഞത് തന്ത്രം ആരെങ്കിലും പുരപ്പുറത്ത് നിന്ന് പറയുമോ, അതിനുശേഷം ആ തന്ത്രം ഇനിയും പ്രസക്തമാണ് എന്ന് വീണ്ടും അതിൽ തന്നെ തൂങ്ങി വാദഗതികൾ നിരത്തുവാൻ പരിശ്രമിക്കുമോ? ശ്രീ വാഴക്കൻ, എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്തരമൊരു പതനം? അല്ല, ഒരു തന്ത്രം എന്ന് പറയുമ്പോൾ പല രീതിയിലാകാമല്ലോ. ഒന്ന് പുറത്തേക്കൊരു വാർത്ത പുറത്ത് വിട്ടുകൊണ്ട് ഒരു പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു തന്ത്രമാണല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വേവലാതി കാണാനുള്ള അവസരമുണ്ടായി. പിണറായി വിജയൻ ചങ്കത്തടിച്ച് നിലവിളിക്കുന്നത് കാണാനിടയുണ്ടായി. ഓരോ സഖാക്കന്മാർ, സൈബർ പോരാളികൾ രാഹുൽ ഗാന്ധിക്കെതിരെ ചീത്തവിളി തുടങ്ങുന്നത് കണ്ടു. ഇന്നലെ ഒരു സഖാവ് സ്വരാജ് പറയുന്നത് കേട്ടു, നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിന് മുമ്പിൽ രാഹുൽ ഗാന്ധി അത്രയും വരില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള യഥാർത്ഥ മുഖം ഞങ്ങൾക്ക് കാണാനുള്ള അവസരം കൂടി കിട്ടിയല്ലോ. ഇവിടെ ശ്രീ PM മനോജ് പറയുന്നത് കേട്ടു, കോൺഗ്രസ് പാർട്ടി UPയിൽ മത്സരിക്കേണ്ട, അങ്ങ് മാറി നിന്ന് പിന്തുണ കൊടുക്കണമായിരുന്നു. അവിടെ ഡൽഹിയിൽ മത്സരിക്കേണ്ട, അവിടെ മാറി നിന്ന് പിന്തുണ കൊടുക്കണം. കേരളത്തിൽ മത്സരിക്കേണ്ട, അവിടെ നാളെ അധികാരത്തിൽ വരുമ്പോൾ പിന്തുണയ്ക്കാനുള്ള പാർട്ടിയല്ലേ മാർക്സിസ്റ്റ് പാർട്ടി. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങോട്ടും മത്സരിക്കണ്ടല്ലോ, ഞങ്ങളിങ്ങനെ പിന്തുണ കൊടുത്ത് ശക്തിപ്പെടുത്തി നിന്നാൽ മതിയല്ലോ. കോൺഗ്രസ്സിന് ആരും മത്സരിക്കണമല്ലോ. ഞങ്ങൾക്ക് UPA ആണെങ്കിൽ ഞങ്ങളുടെ മുന്നണിയാണ്.
ആ UPA സഖ്യകക്ഷികൾക്ക് വേണ്ടി ഞങ്ങൾ സീറ്റ് മാറിക്കൊടുക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് രാഷ്ട്രീയമുണ്ട്. ഞങ്ങളുമായി ഒരു സഖ്യമില്ലാതെ നാളെ പോസ്റ്റ് പോൾ അലയൻസ് നടക്കാൻ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന ചില പാർട്ടികളുമായി ഞങ്ങളെങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ത് സഖ്യം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്? UPയിൽ ഞങ്ങൾക്ക് 2 സീറ്റ്, ഞങ്ങൾ ജയിക്കുന്ന സീറ്റ്, ഏത് കാലഘട്ടത്തിലും ജയിക്കുന്ന സീറ്റാണ്. അത് ആരുടെയും പിന്തുണയില്ലേലും ജയിക്കുന്ന സീറ്റാണ്. ആ 2 സീറ്റിൽ മാത്രം മത്സരിക്കാതെ ബാക്കി മുഴുവൻ സീറ്റിൽ നിന്നിട്ട് ഞങ്ങളങ്ങ് പിന്തുണച്ചോളം പറഞ്ഞ് നടക്കുമോ? കേരളത്തിൽ ഞങ്ങൾക്ക് എന്ത് ബന്ധം മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട്? ഇന്ത്യയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളുമായി സഖ്യമുള്ളത് 2 സീറ്റിലേ ഉള്ളൂ. അത് തമിഴ്നാട്ടിലാണ്. അവിടെ അതിൻ്റെ നേതാവ് നമ്മുടെ DMKയുടെ നേതാവ് സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് എന്ന്. അത് ആ CPMൻ്റെ 2 സ്ഥാനാർത്ഥികളും അത് ശരിയാണെന്ന് ഒപ്പുവെച്ചിട്ടുമുണ്ട്. അത് നിങ്ങൾ പറഞ്ഞാലും അവർ ഞങ്ങളുടെ കൂടെ നിൽക്കും. അത്രയേ ഉള്ളൂ. വേറെ ഏത് സ്റ്റേറ്റിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് സഖ്യം? എന്ത് ബാധ്യത? കേരളത്തിൽ ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെ ഒരു കൊല്ലമായില്ലേ വെട്ടി അരിഞ്ഞു കൊന്നിട്ട് നിങ്ങളുമായിട്ട് എന്ത് കോംപ്രമൈസ്? നിങ്ങളെ ഇവിടെ ജയിപ്പിക്കണമെന്ന് ഞങ്ങളുടെ സന്ദേശം. ഓരോ സംസ്ഥാനങ്ങളും മോദി രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന ഓരോ വിധത്തിലൂടെയാണ്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയില്ല എന്ന്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇനി നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ തന്നെ ഞങ്ങൾക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റണമെന്നില്ല എന്ന് ചിദംബരം പറഞ്ഞിട്ടുണ്ട്, തരൂര് പറഞ്ഞിട്ടുണ്ട്, കപിൽ സിബൽ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ പല ഘട്ടങ്ങളിൽ നിങ്ങൾക്കിങ്ങനെ പറയേണ്ടി വരുന്നത് ദേശീയ തലത്തിൽ തീർപ്പാക്കാൻ കഴിയുന്ന 2 കക്ഷികൾക്കിടയിൽ ഒരു പോരാട്ടം നടത്തി നിശ്ചയിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചിത്രം എന്നതുകൊണ്ടാണ്. അപ്പോൾ കേരളത്തിൻ്റെ സവിശേഷതയെ അംഗീകരിക്കേണ്ടതുണ്ട്. ആ സവിശേഷതയ്ക്ക് ചാർത്തിക്കൊടുക്കാൻ കഴിയുന്ന ഒരു സാന്നിധ്യമല്ല രാഹുൽ ഗാന്ധിയുടേത് എന്നതാണ് നിങ്ങൾക്കെതിരെ ഉയരുന്ന വിമർശനം. സിദ്ദിഖിനെതിരെ ഇല്ല ആ വിമർശനം. അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ നിങ്ങൾ മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലങ്ങളിലും, നിങ്ങൾ നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലങ്ങളിലും, നേരിട്ടല്ലാതെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന മണ്ഡലങ്ങളിലും CPMന് അത്തരം ഒരു വിമർശനമില്ല. ഒരു കാര്യം, പ്രതിപക്ഷ ഐക്യനിരയിലെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആണ്. ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷി നിരയിൽ ഏറ്റവും വലിയ പാർട്ടി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ സഖ്യകക്ഷികൾക്ക് പുറത്ത് അല്ലെങ്കിൽ നാളെ ഞങ്ങളോടൊപ്പം ഒരുപക്ഷെ ഇവിടെ ഒരു വിശ്വാസ വോട്ട് വരുമ്പോൾ 2 വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് സീറ്റ് ഉണ്ടാക്കലല്ല ഞങ്ങളുടെ ജോലി. പരമാവധി സീറ്റ് പിടിക്കുക എന്നത് തന്നെയാണ് ഞങ്ങൾക്ക് ജോലി. അത് ഞങ്ങൾ ഇന്ത്യയിൽ വളരെ ഫലപ്രദമായി തന്നെ നടത്തുന്നുണ്ട്. UPA സഖ്യകക്ഷികളുമായി മത്സരിക്കുന്നിടത്ത് അവർക്ക് സീറ്റ് കൊടുക്കും. മഹാരാഷ്ട്രയിൽ അങ്ങ് പറയുകയുണ്ടായി പുറത്തൊരു ചില കാര്യങ്ങൾ പറയലൊരു തന്ത്രമാണ്. അത് തന്നെ ആകണമെന്നില്ല ലോകത്ത് നടപ്പാക്കാൻ പോകുന്നത്. ശരി, അത് സമ്മതിക്കുന്നു. പക്ഷെ ഒരു പാർട്ടി അവരുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള സമീപനമെടുക്കരുത്, ഏത് തന്ത്രത്തിൻ്റെ പേര് പറഞ്ഞായാലും. അപ്പം നിങ്ങൾ തന്നെ പറയുകയാണ് ദേശീയ അധ്യക്ഷ പദവിയിലിരുന്ന ഇന്ദിരാഗാന്ധി 2 സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്, ഈ മേടക്കിലും മറ്റൊരിടത്തും. അതിനുശേഷം മേടക്ക് നിലനിർത്തി, മറ്റേ സീറ്റ് വേണ്ട എന്ന് വെച്ചു. അപ്പോൾ ദേശീയ അധ്യക്ഷ എന്ന നിലയിൽ അങ്ങനെ 2 സ്ഥലത്ത് മത്സരിച്ചു. നിങ്ങളുടെ തന്നെ ചരിത്രം പറയുകയാണ്, നിങ്ങളുടെ സ്ട്രാറ്റജി അല്ല പറഞ്ഞത്. സോണിയാഗാന്ധി ഇതേപോലെ തന്നെ ദേശീയ അധ്യക്ഷയായതിനു ശേഷം ആദ്യമായി അഭിമുഖീകരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2 സ്ഥലത്ത്. പക്ഷേ ഈ തെക്കേ ഇന്ത്യയിൽ മത്സരിച്ചെങ്കിലും ആ സീറ്റ് വേണ്ട എന്ന് വെക്കുന്നു. ഇപ്പോൾ ദേശീയ അധ്യക്ഷനായതിനു ശേഷം രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തെക്കേ ഇന്ത്യയിലും ഒരു സീറ്റ്, വടക്കേ ഇന്ത്യയിലും മത്സരിക്കുന്നു. ഇങ്ങനെ പറയുന്ന അതേ നാവുകൊണ്ട് മോദിയെ നേരിടാനുള്ള തന്ത്രമാണെന്ന് ഇവിടെ പറയരുത്. ഇതിലേതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണമെന്നേ ഇതേ ഉള്ളൂ ആവശ്യം. അത് തന്ത്രമാണെന്ന് പറഞ്ഞുകൂടാ. കാരണം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രം, അല്ലല്ല ഒരു സെക്കൻഡ്, ചരിത്രം എന്ന നിലയിൽ നിങ്ങൾ അവതരിപ്പിച്ച ഒരു വിഷയം തന്ത്രപൂർവ്വം ഇപ്പോൾ മോദിക്കെതിരായ തന്ത്രം എന്നും കൂടി വ്യാഖ്യാനിച്ചാൽ 2 വള്ളത്തിൽ കാല് ചവിട്ടുന്നതിന് തുല്യമാണത്. അതെങ്ങനെയാ 2 വള്ളത്തിൽ കാല് കെട്ടുന്നത്? മോദിക്കെതിരായി ഈ രാജ്യത്തെ പ്രതിപക്ഷ ഐക്യനിരയെ നയിക്കുന്നത് ഞങ്ങളാണ്. പക്ഷേ അത് നയിക്കുമ്പോഴും ഞങ്ങൾക്ക് പരമാവധി സീറ്റുകൾ കിട്ടേണ്ടത് ഇവിടെ ഏറ്റവും വലിയ ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് പരമാവധി സീറ്റുകൾ ഏതു സഖ്യത്തിനിടയിലും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം വിട്ടില്ലേ, ഇപ്പോൾ വെറും കമ്മ്യൂണിസ്റ്റ് മുന്നണിയായില്ലേ? എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് അവരുടെ രാജ്യത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കക്ഷി എന്നുള്ള നിലനിൽപ്പിന്
വോട്ടുകളുടെ ശതമാനം ഒരു പ്രധാന വിഷയമായതുകൊണ്ടാണ് ആ ജനാധിപത്യ കക്ഷികളെ 5, 10, 12 പാർട്ടികളെ കൈക്കലയില്ലാതെ വാങ്ങി വെച്ചത്. എന്നിട്ട് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ലേ മത്സരിക്കുന്നുള്ളൂ. എന്ത് കമ്മ്യൂണിസ്റ്റ് ഇന്ത്യൻ ഇടത് ജനാധിപത്യ മുന്നണിയാണ് കമ്മ്യൂണിസ്റ്റ് മുന്നണി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. അപ്പോൾ അവരുടെ ഒരു സ്ട്രാറ്റജി അല്ലേ, ബാക്കിയുള്ളവരെ തള്ളിക്കളഞ്ഞപ്പോൾ അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടണോ വോട്ട് കിട്ടണോ എന്നുള്ള താല്പര്യമല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കോൺഗ്രസിനും. ഞങ്ങൾക്ക് പരമാവധി സീറ്റ് കിട്ടണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിക്ക് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റ് പോൾ അലയൻസ് ഉണ്ടായാൽ ഭാഗ്യമെന്നുള്ളതല്ലാതെ എനിക്ക് തർക്കമില്ല. അങ്ങ് പറയുകയുണ്ടായി സ്വന്തം നിലയിൽ വലിയ കക്ഷിയാവേണ്ടതുണ്ട്. ശരി, ഞാൻ പറയുന്നത് കേൾക്കാം. ഒന്നാം UPA സമയത്ത് പകുതി 2 കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞത്. അതിൽ എനിക്കും തർക്കമില്ല. നിങ്ങൾക്ക് വലിയ കക്ഷിയാകണം, അതിന് പരമാവധി സീറ്റ് സമാഹരിക്കണം. നിങ്ങൾക്കൊരു ബാധ്യതയും ഇല്ലാത്ത CPM-ന് വേണ്ടിയിട്ട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമെന്ത്? ഇത് രണ്ടുമായിരുന്നില്ല. പക്ഷേ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ദേശീയ അധ്യക്ഷ പദവിയിൽ വന്നപ്പോൾ 2 ദിക്കുകളിലായി അഖണ്ഡ ഇന്ത്യ എന്ന ഒരു പ്രതീകം അത് മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ ഭാഗമായി നിന്ന് മത്സരിച്ചു എന്ന മുൻചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്ന അതേ നാവുകൊണ്ട് മോദി ഇങ്ങോട്ട് വരാനിടയുണ്ട്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു സീറ്റ് മുൻകൂർ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നും കൂടി പറയരുത്. അതിലൊരു പൊരുത്തക്കേടുണ്ട് എന്നാണ് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിനകത്തും കൃത്യമായ വ്യക്തതയുണ്ട്. പൊളിറ്റിക്കൽ സ്ട്രാറ്റജി BJPയും കോൺഗ്രസുമാണ് പരസ്പരം അങ്ങോട്ട് കൊണ്ടും കൊടുത്തും നിൽക്കുന്നത്. അപ്പോൾ BJPയുടെ ചില സ്ട്രാറ്റജികളെക്കുറിച്ച് ഞങ്ങളും ശ്രദ്ധയോടെ നോക്കി നിൽക്കും. അപ്പോൾ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് മത്സരിക്കാൻ വരുന്നുവെങ്കിൽ ഞങ്ങളുടെ അധ്യക്ഷനെയും സൗത്ത് ഇന്ത്യയിൽ ഒരുപക്ഷെ മത്സരിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിക്കും. അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗം തന്നെയാണ്. ഇപ്പം മോദി വാരാണസിയിൽ മാത്രമേ ഉള്ളുവെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അവിടെ അമേഠിയിൽ മാത്രമേ കാണുകയുള്ളൂ. ഇതൊക്കെ പരസ്പരം വളരെ സ്ട്രാറ്റജിക്കലായി ആലോചിച്ച് രമേശ്, ഇവിടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല തന്ത്രങ്ങളുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത് എങ്ങനെയായിരിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം, എതിർചേരിയിലുള്ളവർ ഏതൊക്കെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനിടയുണ്ട്, ഇതൊക്കെ നിങ്ങളെ അലട്ടുന്ന വിഷയമാണല്ലോ. ഇപ്പോൾ തന്നെ ഏപ്രിൽ ആദ്യ വാരത്തിൽ നിങ്ങളുടെ പ്രകടന പത്രിക വരുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. അതുവരെ അവർ പിടിച്ചു വച്ചിരിക്കുകയാണ് അവരുടെ പ്രകടന പത്രിക. കാരണം ഇവരുടെ പ്രകടന പത്രിക ആദ്യം പുറത്തിറക്കിയാൽ അതിനേക്കാൾ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി നിങ്ങൾ വന്നാൽ പിന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള സാധ്യതകൾ പരിമിതപ്പെടും. അപ്പോൾ പ്രകടന പത്രിക ഒരിക്കലും നടപ്പാക്കാൻ സാധ്യതയില്ല എന്ന് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞതാണ് കേട്ടോ. ഇത് ഗഡ്കരിയും അതിന് പിന്നാലെ ഇവിടെ ശ്രീധരൻപിള്ളയും പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് പത്രിക നിങ്ങളെ സംബന്ധിച്ചൊരു കോമഡിയാണെന്ന്. അതാര് വിശ്വസിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നടപ്പാക്കാൻ ഉദ്ദേശമില്ലാത്ത നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പത്രിക പോലും നിങ്ങൾ കാത്തിരുന്ന് മറ്റുള്ള ആളുകൾ എങ്ങനെ ചെയ്യുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തി സാവകാശമെടുത്ത് പുറപ്പെടുവിക്കാൻ ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള മനുഷ്യർ തന്നെ വന്ന് നേർക്കുനേർ മത്സരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു തന്ത്രങ്ങളും ഉണ്ടാകില്ല എന്നെങ്ങനെ കരുതാൻ കഴിയും ശ്രീ രമേശ്? അല്ലെ, തന്ത്രങ്ങൾ വേണ്ട എന്നോ തന്ത്രങ്ങൾ ഉണ്ടാവില്ല എന്നോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വേണു. പക്ഷേ ഇതാണോ തന്ത്രം എന്നാ ഞാൻ ചോദിച്ചുള്ളൂ. ഇതാണോ കോൺഗ്രസിന്റെ തന്ത്രം? ഇതാണ് കോൺഗ്രസിന്റെ തന്ത്രമെങ്കിൽ എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് വളരെ സഹതാപം മാത്രമേ ഉള്ളൂ. നൂറ്റാണ്ടിന്റെ പ്രായമുള്ള കോൺഗ്രസ് പാർട്ടി, പരിണതപ്രജ്ഞരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടി, ആ പാർട്ടിയുടെ തന്ത്രം ഇതാണ് എങ്കിൽ എനിക്ക് അവരെക്കുറിച്ച് സഹതാപമേ ഉള്ളൂ. ഇതാണ് അവരുടെ തന്ത്രമെങ്കിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. അതിന്റെ അർത്ഥം ഒരു ബുദ്ധിയുമില്ലാത്ത തന്ത്രമാണ് എന്നുള്ളതാണ്. പിന്നെ പ്രകടന പത്രികയെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രിക BJP പ്രാവശ്യം പ്രകടന പത്രിക ഉണ്ടാക്കിയത് ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ്. ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരാൻ വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അതിന് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി അന്ന് ഒരു ഗഡ്കരി അല്ലെങ്കിൽ മറ്റൊരു നേതാവ് അവിടെയും, ഇവിടെ ശ്രീധരൻപിള്ള അല്ലെങ്കിൽ മറ്റൊരു നേതാവ് ഇവിടെയും പറയാൻ പോകുന്ന ഒരു കാര്യമല്ലേ ഇത്? ഇതൊരു കോമഡി ആയിരുന്നു, ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന്? അല്ലല്ലോ വേണു, അല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ BJPയുടെ പ്രകടന പത്രികയും കഴിഞ്ഞ 5 വർഷത്തെ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ നിങ്ങൾ താരതമ്യം ചെയ്താൽ മതിയല്ലോ. അതെന്താ ഗഡ്കരി പിന്നെ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം? അതിന്റെ പിന്നാലെ ഇവിടെയുള്ള സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം അതിന്റെ തന്ത്രം എന്താണ്? ആ തന്ത്രം എന്താണ്? അല്ല, കഴിഞ്ഞ അതൊക്കെ അല്ലല്ലോ, അതൊക്കെ പൊതുവായിട്ട് പറയുന്ന
പൊതുവായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ, ചില വരികൾ അടർത്തിയെടുത്ത് നിങ്ങൾ പറയുന്നതാണ്. അത് നിങ്ങളുടെ ഭാഗം, അതായിക്കോട്ടെ, ഞാനതിൽ തർക്കിക്കാനൊന്നും വരുന്നില്ല. പക്ഷെ BJP ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് 5 വർഷക്കാലത്ത്, വരാനിരിക്കുന്ന 5 വർഷത്തെക്കുറിച്ചല്ല, പോയ 5 വർഷമുണ്ടല്ലോ. ആ 5 വർഷം രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് BJPക്ക് വോട്ട് എതിർചേരിയിലെ തന്ത്രങ്ങളെ നിങ്ങളും നോക്കിക്കൊണ്ട് നിങ്ങളും മറു തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. ഒരു സെക്കൻഡ് ശ്രീ രമേശ്, അതിനുശേഷം അങ്ങേക്ക് തുടരാം. ഇപ്പൊ ഛത്തീസ്ഗഡിൽ ഈ വർഷം ജനുവരിയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ പറഞ്ഞ കാര്യമാണ് മിനിമം വേതനം. നിങ്ങളുടെ ചിന്തയുടെ വിദൂര പഥങ്ങളിൽ പോലും അത് അപ്പോഴുണ്ടായിരുന്നില്ല. എന്തായിരുന്നു അതിൻ്റെ പ്രത്യാഘാതം ഉടനടി ഉണ്ടായത്? നിങ്ങൾ ഈ ബജറ്റിൽ ഒരു പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കുന്നു കർഷകർക്ക് 6000 രൂപ. അതെന്തിൻ്റെ പ്രതിഫലനമായിരുന്നു? ഇനിയിപ്പോൾ അതിനേക്കാൾ ശാസ്ത്രീയമായി അത് നിർവചിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഈ മിനിമം വേതനം ഏത് രൂപത്തിലായിരിക്കും, അതിന് എത്രമാത്രം തുക കൊള്ളിക്കേണ്ടി വരും, ഏത് രൂപത്തിലാണ് അത് അക്കൗണ്ടിലേക്ക് പോവുക, ആ അക്കൗണ്ടിൻ്റെ ഉടമസ്ഥരാരായിരിക്കും, ഇതെല്ലാം വ്യക്തമാക്കിയപ്പോൾ നിങ്ങളുടെ എതിർവാദം എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ മധ്യപ്രദേശിൽ 2011-12 8 ഗ്രാമങ്ങളിൽ നടപ്പാക്കിയതാണ്. 300 രൂപ ആഴ്ചയിൽ ഈ പറയുന്ന പാവപ്പെട്ടവർക്ക് സഹായം കിട്ടുന്ന പദ്ധതിയായിരുന്നു അത്. പക്ഷെ മറ്റെല്ലാ സബ്സിഡികളും അതിൻ്റെ ഭാഗമായി നിർത്തേണ്ടതുണ്ട്. അങ്ങനെ നിർത്താൻ കഴിയാതിരുന്നത് കൊണ്ട് ആ പദ്ധതി പ്രായോഗികമായില്ല എന്ന മറുവാദം നിങ്ങൾ മുന്നോട്ട് വെച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ ഏപ്രിൽ ആദ്യവാരം പുറപ്പെടുവിക്കാൻ പോകുന്ന പ്രകടന പത്രികയിൽ രാഹുലിൻ്റെ ഈ വമ്പൻ പദ്ധതി പ്രഖ്യാപനത്തെ മറികടക്കുന്ന എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ നിർബന്ധിതമാവുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ നിങ്ങളുടെ നേട്ടങ്ങളെ മാത്രം വെച്ചുകൊണ്ടല്ല നിങ്ങൾ വോട്ടർമാരെ സമീപിക്കേണ്ടി വരുന്നത്. നിങ്ങൾ അങ്ങേയറ്റം ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് പറയുന്ന ഒരു പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനം, അതിനെ മാത്രം കണ്ടുകൊണ്ട് ദുർബലരായിക്കൊണ്ട് മറുതന്ത്രങ്ങൾക്ക് നിങ്ങളും നിർബന്ധിതരാവുകയാണ്. വേണു, ഞങ്ങൾ വാഗ്ദാനങ്ങൾ വിറ്റിട്ടല്ല തിരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ഞങ്ങൾ ഗവൺമെന്റ് നടപ്പിലാക്കി ആൾക്കാർക്ക് അതിന്റെ ഗുണം കിട്ടിയിട്ടുള്ള പദ്ധതികൾ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ്. വേണു ഇപ്പൊ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയുടെ ശാസ്ത്രീയത. എനിക്കതിലൊരു ശാസ്ത്രീയതയും ഞാൻ കണ്ടെത്തിയിട്ടില്ല. വേണു എങ്ങനെയാ കണ്ടെത്തിയെന്ന് എനിക്കറിയില്ല. കാരണം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച തുകയുടെ ഉറവിടത്തെക്കുറിച്ച് പറയാൻ പത്രസമ്മേളനത്തിൽ നിങ്ങളുടെ പ്രതിനിധി അടക്കം ആവർത്തിച്ച് ചോദിച്ചിട്ട് ഉത്തരമില്ല. തന്ത്രമാണ്, അടുത്ത ദിവസം വരും. ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ പണമാണ്. തന്ത്രമാണ്, വരും അടുത്ത ദിവസം. അങ്ങനെ ഇപ്പോൾ രാഹുൽ ഗാന്ധി അത് പറഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന മറ്റൊരു പദ്ധതി നിങ്ങൾക്ക് പ്രഖ്യാപിക്കാനല്ലേ? അതിനെന്തിനാണ് രാഹുൽ ഗാന്ധി ഒരു സഹായം നിങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യം? അല്ല, ഞങ്ങൾ അതേപോലെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു എന്ന് വേണുവിനോട് ആരാ പറഞ്ഞത്? ഞങ്ങൾ ഈ കിസാൻ സമ്മാൻ പദ്ധതിയാണെങ്കിൽ അത് പ്രഖ്യാപിച്ച് 1 മാസത്തിനുള്ളിൽ അതിന് ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് കിട്ടിയല്ലോ. അത് വെറും പ്രഖ്യാപനമല്ലോ. ആ ബഡ്ജറ്റിൽ മധ്യപ്രദേശിൽ കമൽനാഥ് വന്നതിന് ശേഷം 10ാമത്തെ ദിവസത്തിനുള്ളിൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുകയുണ്ടായി. അവിടെ സഹകരണ മേഖലയിൽ ഈ വായ്പ, കാർഷിക വായ്പ എന്ന പേരിൽ BJPയുടെ നേതൃത്വത്തിൽ സഹകരണ സംഘങ്ങൾ വ്യാപകമായി ഉണ്ടാക്കി കർഷകരുടെ പേരിൽ അവരറിയാതെ ഈ വായ്പാ തട്ടിപ്പ് നടത്തി 1000 കോടിയുടെ അഴിമതി അവിടെ നടന്നു. ആ കാര്യം പുറത്തു വന്നത് ഈ കമൽനാഥിൻ്റെ ഗവൺമെൻറ് വന്ന് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയപ്പോൾ നിങ്ങൾക്ക് ഇനി കടമില്ല എന്ന വിവരം കർഷകർക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോഴാണ് കർഷകർ അറിയുന്നത് ഞങ്ങളിങ്ങനെ വായ്പ പോലും എടുത്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ കടമില്ലാതാകുന്നത്? അത് അന്വേഷിച്ച് പോകുമ്പോഴാണ് നിങ്ങളുടെ നേതൃത്വത്തിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഈ സഹകരണ സംഘങ്ങൾ കർഷകരെ കൊള്ളയടിച്ചുകൊണ്ട് 1000 കോടി നേടിയതിൻ്റെ കഥ പുറത്തു വന്നത്. അതിനുശേഷം നിങ്ങൾ ഈ 6000 രൂപ ഇട്ട് അതിൻ്റെ വീരസ്യം പറയരുത് രമേശ്. ഏത് കഥയാ വേണു? ബിജെപിയുടെ ഏത് സഹകരണ സംഘമാണ്? പറയൂ. BJPയുടെ സഹകരണ സംഘത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടാണോ സാർ അങ്ങ് അറിയേണ്ടത്? മധ്യപ്രദേശിൽ ഏറ്റവും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട വിവാദ വിഷയമല്ലേ ഇത്? ആ സഹകരണ സംഘത്തിന്റെ പേര് ഞാൻ പറഞ്ഞു തന്നാലാണോ? നിങ്ങൾ പറഞ്ഞല്ലോ സാർ. നിങ്ങൾ കഴിഞ്ഞ ദിവസവും ഇതേപോലെ വേണു, കഴിഞ്ഞ ദിവസവും ഇതേപോലെ ഒരു വാർത്ത ഉദ്ധരിച്ചു. ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരവുണ്ടായിരുന്നില്ല. ഞാൻ അതിന് മറുപടിയും പറഞ്ഞു. മനസ്സിലായി. നിങ്ങൾ BJPയുടെ കാർഷിക സഹകരണ സംഘത്തിന്റെ പേര് അങ്ങനെ പറഞ്ഞു പോവല്ലേ? നിങ്ങൾക്ക് കിട്ടുന്ന 1 മിനിറ്റ് സമയം കൊണ്ട് വിശ്വാസമില്ലാത്ത കാര്യം ഞാൻ അങ്ങയോട് വിനയപുരസ്സരം പറയുന്നു. ഫലിപ്പിക്കല്ലേ? ഞാൻ അങ്ങയോട് വിനയപുരസ്സരം പറയുന്നു. സംഘമാണ് കർഷകന്മാരെ പറ്റിച്ചത്. മാധ്യമങ്ങളെ അങ്ങ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കണം, പത്രം വായിക്കണം. എനിക്ക് അങ്ങയോടുള്ള വിനയപുരസ്സരമായിട്ടുള്ളൊരു അഭ്യർത്ഥനയാണിത്.
കാരണം ഞാനിത് ത്രികാലജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്നതല്ല. അങ്ങ് ചോദിക്കുമ്പോൾ ഒരു കെട്ട് പേപ്പറുമായി വന്ന് ഇതെല്ലാം അങ്ങയോട് പറഞ്ഞു തരണം എന്ന വലിയ ബാധ്യത അങ്ങ് എന്നിൽ അടിച്ചേൽപ്പിക്കരുത്. അങ്ങ് ഒരു അതിഥിയായി വരുമ്പോൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന ഉത്തരവാദിത്തം ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഭാരം കൂടി അങ്ങ് എന്റെ ചുമലിൽ വെച്ച് തരരുത്. സ്പെസിഫിക് ആണ്. നിങ്ങളുടെ ഇത്രയും ആളുകളുടെ മുമ്പിൽ പറഞ്ഞു മധ്യപ്രദേശിൽ BJP-യുടെ കാർഷിക സേവന തട്ടിപ്പ് നടത്തി. എനിക്ക് ഉത്തരം വേണം. നിങ്ങൾക്ക് കിട്ടുന്ന 5 മിനിറ്റ് സമയം കൊണ്ട് ഇല്ലാത്ത കള്ളം അങ്ങ് പ്രചരിപ്പിക്കുകയല്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ പേര് പറയുകയില്ല. ഏത് കാർഷിക സഹകരണ സംഘം? ഇതിനെനിക്ക് അങ്ങയോട് വിനയത്തോടെ പറയാനുള്ള കാര്യം, അങ്ങേക്ക് വേണ്ടി ഈ പത്രക്കെട്ടുകളുമായി വന്ന് ഈ ചർച്ച നടത്താനുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്തം അങ്ങനെ ഏൽപ്പിക്കരുത്. അങ്ങ് പത്രം വായിക്കൂ, അങ്ങ് മാധ്യമ വാർത്തകൾ ശ്രദ്ധിക്കൂ. ഏത് കാർഷിക സഹകരണ സംഘം? ഏത് നേതാവ്? ശ്രീ വാഴക്കൻ അങ്ങ് മറുപടി പറയും. ഒരു സെക്കൻഡ് ശ്രീ രമേശ് ഒരു നേതാവല്ല. നിങ്ങൾ മധ്യപ്രദേശിൽ നിരവധി കാർഷിക സഹകരണ ബാങ്കുകൾ ഉണ്ടാക്കി കർഷകന്റെ പേരിൽ വായ്പയെടുത്തു. അത് വലിയ വിവാദമായി ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ വന്നതാണ്, പത്രങ്ങളിൽ വന്നതാണ്. കമൽനാഥിന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നതാണ്. അത് വെളിപ്പെടുത്തിയതാണ് അത് മുഴുവൻ. കാരണം കർഷക കടം എഴുതി തള്ളാൻ കമൽനാഥ് ഗവൺമെന്റ് തീരുമാനിച്ചു. ഇത് വന്നതാണ്. ഇത് നിങ്ങൾ പത്രം ജന്മഭൂമി മാത്രം വായിച്ചിട്ടിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ജന്മഭൂമി പത്രം വായിച്ചിട്ട് ഇരുന്നിട്ട് നിങ്ങൾ വെറുതെ തർക്കിക്കരുത്. ഇത് വന്നിട്ടുണ്ട്. ശരി, നമുക്ക് ഈ ഇനിയിപ്പോ ആ തർക്കത്തിൽ നിന്നൊരു കാര്യമില്ല. പോട്ടെ രമേശേ, പോട്ടെ. നമുക്ക് ഈ കേന്ദ്ര വിഷയത്തിൽ ഒരു നിമിഷം രമേശേ, നമ്മുടെ കേന്ദ്ര വിഷയത്തിൽ തന്നെ നമുക്ക് നിൽക്കാം. ഞാൻ ഇടവേളയ്ക്ക് ശരി പോട്ടെ. നമുക്ക് അതിലിപ്പോൾ തർക്കിച്ച സമയം കളയണ്ട. ഞാൻ ഇടവേളയിലേക്ക് പോയതിനു ശേഷം മറ്റതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്.